വിദ്യാർത്ഥി സമരത്തിന് പിന്നാലെ അടച്ച കോഴിക്കോട് NIT ക്യാമ്പസ് ഇന്ന് തുറക്കും. NITയിൽ കാവി ഭൂപട പ്രദർശനത്തിനെതിരെ പ്രതിഷേധിച്ച വിദ്യാർത്ഥിയെ സസ്പെൻഡ് ചെയ്തതിന് പിന്നാലെ കനത്ത പ്രതിഷേധമാണ് ഉയർന്നത്. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് ക്യാമ്പസ് അടച്ചിരിക്കുകയായിരുന്നു. പിന്നാലെ 4ാം വർഷ വിദ്യാർത്ഥി വൈശാഖ് പ്രേംകുമാറിന്റെ സസ്പെൻഷൻ മരവിപ്പിച്ചു. വൈശാഖ് സമർപ്പിച്ച അപ്പീലിൽ അതോറിറ്റി തീരുമാനമെടുക്കുന്നതുവരെ നടപടികൾ പാടില്ല എന്നാണ് നിർദ്ദേശം. കൂടുതൽ വിവരങ്ങൾ കോഴിക്കോട്ട് നിന്ന് സാനിയോ മനോമി നൽകും. സാനിയോ മനോമി, ഭൂപട പ്രദർശനം അത് വലിയ പ്രതിഷേധത്തിലേക്ക് പോയി. ആ പ്രതിഷേധിച്ച വിദ്യാർത്ഥിക്കെതിരെ എടുത്ത നടപടി അത് വിദ്യാർത്ഥികൾക്കിടയിൽ ൊടുവിൽ എടുത്ത നടപടി തൽക്കാലത്തേക്ക് നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇന്ന് വീണ്ടും ക്യാമ്പസ് തുറക്കുകയാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? സുജയ, സമീപകാലത്തൊന്നും NIT കാണാത്ത തരത്തിലുള്ള പ്രതിഷേധമായിരുന്നു ഈ വിഷയത്തിൽ NITയിൽ ഉണ്ടായിരുന്നത്. അതായത് പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടാണ് നേരത്തെ സയൻസ് ആൻഡ് സ്പിരിച്വൽ ക്ലബിൽ നിന്നുള്ള കുറച്ച് വിദ്യാർത്ഥികൾ ഇന്ത്യയുടെ ഭൂപടത്തിൽ കാവി നിറം പൂശി പ്രദർശിപ്പിച്ചത്. എന്നാൽ ഇതിനെതിരെ ഇന്ത്യ രാമരാജ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് വൈശാഖ് പ്രേംകുമാർ എന്ന് പറയുന്ന വിദ്യാർത്ഥി പ്ലക്കാർഡ് ഉയർത്തി പ്രതിഷേധിച്ചത്. തുടർന്ന് അവിടെ സംഘർഷമുണ്ടാകുകയായിരുന്നു. വൈശാഖ്, കൈലാസ് എന്നീ രണ്ട് മലയാളി വിദ്യാർത്ഥികളെ ഉത്തരേന്ത്യയിൽ നിന്നുള്ള സംഘം മർദ്ദിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. പിന്നീട് അന്നും ക്യാമ്പസ് അടച്ചിടുന്ന സാഹചര്യമുണ്ടായിരുന്നു. എന്നാൽ ആ സമയത്ത് തന്നെ വൈശാഖിനെ 1 വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ഉത്തരവ് സ്റ്റുഡൻസ് വിഭാഗം ഡീനിൽ നിന്ന് വരികയാണ്. അതിനുശേഷമാണ് വലിയ വിദ്യാർത്ഥി പ്രതിഷേധത്തിലേക്ക് NIT ക്യാമ്പസ് പോയത്. ശേഷം പുറത്തേക്ക് MSF, KSU, SFI തുടങ്ങിയ സംഘടനകളും പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഈ സാഹചര്യമെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് ക്യാമ്പസ് 3 ദിവസം അടച്ചിടുകയും വൈശാഖിന്റെ സസ്പെൻഷൻ തൽക്കാലത്തേക്ക് മരവിപ്പിക്കുകയുമായിരുന്നു. ഏതായാലും അതിൽ ഇന്നോ മറ്റു തീരുമാനമുണ്ടാകുമെന്നാണ് നമ്മൾ കരുതുന്നത്. ഇന്ന് ഈ 3 ദിവസത്തെ അടച്ചിടലിന് ശേഷം ഇന്ന് ക്യാമ്പസ് വീണ്ടും തുറക്കുകയാണ്. ക്യാമ്പസിൽ വലിയ സംഘർഷ സാധ്യത ഇന്നുണ്ടാകാനുള്ള സാഹചര്യമില്ല. കാരണം വൈശാഖിന്റെ സസ്പെൻഷൻ പിൻവലിച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഏതായാലും അതിൽ തീരുമാനമെടുക്കാൻ ഡയറക്ടർ തന്നെ ഇന്നൊരു തീരുമാനമെടുക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.